4:40 ഞാൻ 3:15 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ അപ്പോഴേക്ക് എത്തി ഞാൻ. പക്ഷേ കയറാൻ നേരത്തെ എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ എടുത്തു. പക്ഷേ ഇറങ്ങുമ്പോൾ അത്ര എടുത്തില്ല. അവിടെ താമസിക്കാത്ത എത്രയോ നന്നായി ഗൈസ്. ഞാൻ ഒരു ദിവസം ട്രക്ക് തീർത്ത്. അപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലമില്ലേ, അവിടെ വീണ്ടും വന്നേ. 300 രൂപയ്ക്ക് ഇന്നലെ താമസിച്ചത്. അപ്പോൾ എന്നാ ചോദിച്ചേക്ക് ഞാൻ പുറത്ത് കിടന്നോട്ടെ, എൻ്റെ ടെൻ്റ് ഉണ്ട് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു 100 രൂപ തന്നോ അന്ന് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ലാഭമല്ലേ, 100 രൂപയ്ക്ക് റൂമല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്നെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ എത്തി കയറി ഉറങ്ങണം ഗൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ഇന്നൊരു 16 കിലോമീറ്റർ ട്രക്ക് ചെയ്തതാണ്. 16 കിലോമീറ്റർ. അപ്പോൾ ഇനി കടന്നുറങ്ങി. എത്ര ലാഭം ഉണ്ടായി. 200 രൂപ കൊടുത്തെങ്കിൽ 200 രൂപയ്ക്ക് 10 കിലോമീറ്റർ ജീപ്പ് ഓഫ് റോഡ് കിട്ടി. അതുപോലെ തന്നെ 200 രൂപ ബാക്ക് തിരിച്ചിങ്ങോട്ടുള്ള 8 കിലോമീറ്റർ ഫ്രീ ആയിട്ട് ലിഫ്റ്റും കിട്ടി. എന്തോ ഭാഗ്യമുണ്ട്. ഇതാണ് ഗൈസ് റൂം. അയ്യോ കറണ്ടില്ലാന്ന് തോന്നുന്നു. അതാ എന്നാൽ എന്തായാലും ഹോം സ്റ്റേത്തെ എഗ് ഫ്രൈഡ് റൈസ് ഗൈസ്. ഇപ്പോൾ ഒരു സുഖമുണ്ട്, എന്താണെന്നറിയില്ല. കാലൊക്കെ നല്ല വേദനയുണ്ട് ചെറുതായിട്ട്. എനിക്ക് തോന്നുമ്പോൾ 18-20 കിലോമീറ്റർ നടന്ന് തിരിച്ചിറങ്ങി കുളിച്ച് ഡ്രസ്സൊക്കെ ഉണക്കിയിട്ട് ഫുഡും കൂടെയും കിട്ടിയപ്പോൾ ഒരു സുഖമുണ്ട് ഗൈസ്. ഇതാണ് സ്വർഗം. ഇനിയിപ്പോൾ ഇവിടെ കടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് ഇനി മേഘാലയയിലോട്ട് പോകണം. ലിഫ്റ്റ് അടിച്ച് തന്നെ. എനിക്ക് മണിപ്പൂർ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ മണിപ്പൂർ ഈ ഭയങ്കര പ്രശ്നമൊക്കെ കേട്ടപ്പോഴും പിന്നെ താക്കറൊക്കെ പറയുന്നത് പോകണ്ടെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തീരെ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ മണിപ്പൂർ പോകുന്നില്ല. പിന്നെ അടുത്ത മേഘാലയ. ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈ.